നമ്മൾ വലിയ വലിയ കുടുംബസംഗമൊക്കെ നടക്കും. ഇനിയിപ്പോൾ വേനൽക്കാലം വന്നാൽ ഒരു തലക്കൊന്ന് വിളി തുടങ്ങും, ഉസ്താദേ ഞങ്ങളെ കുടുംബത്തിൻ്റെ ഒരു സംഘമുണ്ട്, ഒരു ഡേറ്റ് വേണം. ഏതാ കുടുംബം? തെക്കേതിൽ, വടക്കേതിൽ, കിഴക്കേതിൽ, പടിഞ്ഞാറേതിൽ, മേലേതിൽ, താഴത്തേതിൽ, നടുവിൽ. ഇതാണ് കുടുംബം. കുടുംബ സംഘമുണ്ടോ ഒന്ന് വരുമോ? കുഴപ്പമില്ല, നടത്തിക്കോളി. ഒരു കുടുംബത്തിൽ ഒരു മൂല്യർ വേണം. അതാണ് ഞാൻ പറയണത്. കുടുംബത്തിൽ നിന്ന്, ഒരു വലിയ കുടുംബത്തിൽ നിന്ന്, ഒരു തറവാട്ടിൽ നിന്ന് ഒരു ഡോക്ടർ വേണം, ഒരു എഞ്ചിനീയർ വേണം, ഒരു പോലീസുകാരൻ വേണം, ഒരു പഞ്ചായത്ത് ഓഫീസർ വേണം, ഒരു വില്ലേജ് ഓഫീസർ വേണം, ഒരു മൂല്യരും വേണം. ഒരു ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. അതിനായിരിക്കണം കുടുംബസംഘം എന്ന് പറഞ്ഞത്. എല്ലാവരും കൂടി മൂല്യന്മാരാണെന്ന് ഞാൻ പറയണില്ല. പിന്നെ എനിക്കെന്താ പണി? നിങ്ങൾ എന്നോട് വയതും അറിയില്ല, എന്നെ വിളിച്ചില്ലല്ലോ. എല്ലാവരും മൂല്യരാവണ്ട, പക്ഷെ ഒരു തറവാട്ടിൽ ഒരാൾ മൂല്യരാവണം. ഒരു തറവാട്ടിൽ നിന്ന് ഒരാൾ ആലിമായിരിക്കണം. അതന്നെ ആ തറവാട്ടത്തെ ദീനിയായ കാര്യങ്ങൾക്ക് ആ ആലിമ് നേതൃത്വം കൊടുക്കണം. അങ്ങനെ ഒരു സാഹചര്യം വരണം. ആലോചിച്ചിട്ട് തീരുമാനം എടുക്കണം. എല്ലാ വലിയ തറവാട്ടുകാരും ആലോചിക്കുക, അവനാൻ്റെ തറവാട്ടിൽ നല്ല കഴിവുള്ള തഹസീലായ മുഴുവൻ കഴിവുള്ള ഒരു മൂല്യരുണ്ടായിരിക്കണം, ഒരു ആലിമുണ്ടായിരിക്കണം. അതൊക്കെയാണ് ഈ മാറ്റം എന്ന് പറയണത്. ഇല്ലാതപ്പോൾ എന്തെയും മാറ്റം എന്ന് പറയണത്? അതുകൊണ്ട് ദീനിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. മക്കളുടെ ഈമാൻ സംരക്ഷിച്ച് നിർത്താൻ കഴിയണമെങ്കിൽ ദീനിൻ്റെ അടിസ്ഥാനത്തെ മനസ്സിലാക്കണം. ആലിമീങ്ങൾ വരല് ഗൾഫ് ഫാമിലിയിൽ നിന്ന് പിന്നെയും കാണുന്നുണ്ട്. നിങ്ങൾ എന്നോട് ഒന്നും വിചാരിക്കരുത്, ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കളിൽ നിന്ന് ആലിമീങ്ങൾ വരൽ വളരെ കുറവാണ്. നിങ്ങൾ എന്നോടൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. എവിടെങ്കിലും ആരെങ്കിലും അതിന് എതിരില്ലാതൊന്നും ഞാൻ പറയണില്ല. പൊതുവെ ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കളിൽ നിന്ന് ആലിമീങ്ങൾ വരൽ വളരെ കുറവാണ്. ഗൾഫുകാരുടെ മക്കളിൽ പിന്നെയും കാണാം. ഗവൺമെൻറ് ജോലിക്ക് ഞാൻ എതിരല്ല കേട്ടോ. ഏറ്റവും സുരക്ഷിതമായ ജോലി ഗവൺമെൻറ് ജോലിയാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതിന് പരിശീലനം കൊടുക്കണം, അപേക്ഷ കൊടുക്കണം, കോച്ചിങ് കൊടുക്കണം, PSC കോച്ചിങ് സെൻ്ററുകൾ വേണം, പരീക്ഷ എഴുതണം, ഗവൺമെൻറ് ജോലി നേടണം. ഏറ്റവും സുരക്ഷിതമായ ജോലി ഗവൺമെൻറ് ജോലിയാണ് എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. പക്ഷേ അതോടൊപ്പം ഗവൺമെൻറ് ജോലിക്കാരുടെ മക്കളിൽ നിന്ന് ആലിമീങ്ങൾ വരുന്നതായി കാണുന്നില്ല. അതൊരു പ്രശ്നമാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് നമ്മളിപ്പോൾ ശരിക്കും പഠിക്കേണ്ടത് തന്നെയാണ്. എന്തുകൊണ്ടാണ്? ഞാനതിന് ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങൾ യോജിക്കില്ല എന്നറിയില്ല. ഒന്നാമത്തെ കാര്യം, ജോലി വളരെ കുറവുമായിരിക്കും, വരുമാനം വളരെ കൂടുതലുമായിരിക്കും. ഉള്ള ജോലി മര്യാദക്ക് ചെയ്യൂല. ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്. അതിലാകെ പണി 200 ദിവസമേ ഉള്ളൂ. ആ 200 ദിവസം പണിക്ക് പോകുമോ? പോകൂല. പോയ ദിവസം പണിയെടുക്കണമെങ്കിൽ കായ് നമ്മൾ വേറെ അങ്ങോട്ട് കൊടുക്കേണ്ടിയും വരും. ആ കിട്ടണ കായ്ക്ക് ചെയ്യൂല. ഇതന്നെ പ്രശ്നം. എന്താ പരിഹാരം? നിശ്ചയിക്കപ്പെട്ട ജോലി കൃത്യമായി നിർവഹിക്കണം. എക്സ്ട്രാ ജോലി ഉണ്ടെങ്കിൽ അത് വാങ്ങി നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണം. ശമ്പളം പറ്റണം, നയിപ്പ് കൂലി പറ്റരുത്. കൈക്കൂലി എന്ന് ഞാൻ പറയണില്ല, നയിപ്പ് കൂലി വേറെ വാങ്ങരുത്. ശമ്പളത്തിൽ നിന്ന് നയിച്ചണം. മറികടക്കാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം അതിനുണ്ട്. നമ്മളൊക്കെ നാട്ടിലൊക്കെ ഒരുപാട് കച്ചവടക്കാരുണ്ടാവുമല്ലോ. കച്ചവടക്കാരെടുത്ത് എന്തെങ്കിലും ഒരു ആവശ്യം, ഒരു സാധുവായ മനുഷ്യൻ, കാലില്ലാത്തവൻ, കൈയില്ലാത്തവൻ, കണ്ണില്ലാത്തവൻ ചെന്നിട്ട് കൈയാട്ടിയാൽ എന്തെങ്കിലും വലിപ്പമൊന്നും എടുത്തു കൊടുക്കും. ഒരു ഗവൺമെൻറ് ജോലിക്കാരൻ്റെ അടുത്ത് ചെന്ന് കൈ കിട്ടിയാലോ അതിനായിട്ടുള്ള ഫണ്ടും അവൻ്റെ അടുത്ത് ഉണ്ടാവില്ല. 1.5 ലക്ഷം രൂപ ശമ്പളം ഉണ്ടാവും. സ്വതക്കയ്ക്ക് വിഹിതം മാറ്റി വെക്കുന്നില്ല എന്നത് പരാജയത്തിൻ്റെ ഒരു കാരണമാണ്. ഏത് സമ്പത്തിലും സ്വതക്കക്ക്, ദാനധർമ്മങ്ങൾക്ക് വിഹിതമില്ലെങ്കിൽ അതിൽ ബർക്കത്തുണ്ടായിരിക്കൂല. ഏത് വരുമാനാണെങ്കിലും ശരി. അതുകൊണ്ട് ദാനധർമ്മങ്ങൾക്ക് വിഹിതം മാറ്റിവെക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇതൊക്കെ ചെയ്തെങ്കിലേ മക്കൾ നല്ല കോലത്തിലാണ് പോകുള്ളൂ. ഇതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിശ്ചയിക്കപ്പെട്ട ജോലി സമയത്തിന് മുമ്പ് ചെയ്തു തീർക്കും വേണം. എക്സ്ട്രാ ജോലികൾ ഏറ്റെടുക്കും വേണം. രണ്ടാമത്തത്, എത്ര കുറച്ചാവട്ടെ കൂടുതലാവട്ടെ വരുമാനത്തിൽ നിന്നൊരു വിഹിതം സ്വതക്കക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കണം. നല്ല ബർക്കത്തുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ഈ ഉമ്മത്തിന് വളരെ വലിയ പ്രതാപമുണ്ടായിരുന്ന ഒരു കാലമുണ്ട്. ആ കാലത്തേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം. പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മഹല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഴയ കാലത്തെ ആളുകൾ ജീവിച്ചു പോന്നിരുന്നു. ഏത് വിഷയങ്ങളുണ്ടെങ്കിലും പള്ളിയിൽ വെച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നത് ഇല്ലാതെയായിപ്പോയി. നമ്മളെ പള്ളിയൊക്കെ എങ്ങനെ വെച്ചാൽ
നിസ്കാരത്തിൻ്റെ ബാങ്ക് കൊടുക്കണതിൻ്റെ 3 മിനിറ്റ് മുമ്പ് തുറക്കും. ഒന്നാമത്തെ ജമാഅത്ത് കഴിഞ്ഞാൽ എല്ലാവരും സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങണോടുകൂടെ പൂട്ടി. പിന്നെ ഹൗദും കലക്കത്തെ ചളിയിൽ നിന്ന് നിസ്കരിക്കണം പിന്നെ വരുന്ന ആള്. എന്താ കാരണം? നമ്മൾ കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. സൗകര്യത്തിനുള്ള കാർപ്പറ്റ് ഇട്ടത് അസൗകര്യമായി മാറിയാൽ ഈ സൗകര്യത്തിന് എന്തേ കാര്യം ഉണ്ടായത്? ഫ്രണ്ടിൽ വലിയ ഗേറ്റ് വെച്ചിട്ട് പകുതി ഗേറ്റ് അടിയിൽ കുറ്റിയിട്ടിട്ടുണ്ട്, മേലെ കയറുകൊണ്ട് കെട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെന്തിനാ ഗേറ്റ്? ഞങ്ങളോട് തന്നെയല്ലേ ഈ പറയണേ? അല്ല, ഞാൻ വേറെ ആരോടിലാണോ ഈ പറയണതെന്ന് തോന്നി. ഞങ്ങളോട് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഇവിടുത്തെ വല്ലതൊന്നും കണ്ടില്ല, ഈ നിക്കാരപ്പള്ളി മാത്രമേ കണ്ടിട്ടുള്ളൂ. വലിയ ഗേറ്റ് ഉണ്ടാവും ഹൗദിൻ്റെ അവിടെ. മുറ്റം മൊത്തം കട്ട വിരിച്ചിട്ടുണ്ടാവും, തുപ്പാൻ സ്ഥലം ഉണ്ടാവില്ല. എന്നിട്ടൊരു വയസ്സായ ആൾക്ക് തുപ്പണമെങ്കിൽ 1/2 കിലോമീറ്റർ നടക്കണം. കട്ടട്ടോളി ഒരു കുഴപ്പമില്ല, തുപ്പാൻ ഒരു ചെടിച്ചട്ടിയിൽ ലേശം മണലാക്കിയിട്ട് വെക്കാനും കൂടി ഒഴിവുള്ളവൻ മുറ്റത്ത് കട്ടിടാം. സൗകര്യം എന്ന പേരിൽ അസൗകര്യം ഉണ്ടാക്കാൻ പാടില്ല. നമ്മൾ ഉണ്ടാക്കുന്നത് സൗകര്യമല്ലേ, അത് സൗകര്യം തന്നെ ആയിരിക്കണം. അത് പിന്നെ അസൗകര്യമായി മാറരുത്. അപ്പോഴൊക്കെ സംഗതിയുള്ളൂ. ഇപ്പം എന്താ വെച്ചാൽ പള്ളിയൊക്കെ വളരെ ഉഷാറാണ്. ആകെ 5 മിനിറ്റ് 10 മിനിറ്റ് തുറക്കാൻ ഇത്ര ഉഷാറാക്കേണ്ട കാര്യം എന്താ? പിന്നെ ആംപ്ലിഫയർ ആരെങ്കിലും കട്ടുണ്ടാവും എന്ന് പേടിയാണെങ്കിൽ ആംപ്ലിഫയറിന് മാത്രമായിട്ട് ഇരുമ്പിൻ്റെ ഒരു കൂടുണ്ടായി കളി. മനുഷ്യന്മാർക്ക് നിക്കരിച്ചുള്ള സൗകര്യം വേണ്ടേ? അത് ഹൗദും കരക്കത്തെ ചളിയിൽ നിൽക്കണം. എന്നാൽ പള്ളിക്ക് എല്ലാ സൗകര്യം ഉണ്ടേന്. 5 ബാത്റൂം ടൈൽസ് ഇട്ട പള്ളിക്കുണ്ട്. 5 ബാത്റൂം ഉണ്ട് ടൈൽസ് ഇട്ടത്. 5ഉം പൂട്ടിക്കുക. പള്ളിയിൽ ദ്വാക്ക് ഇജാബത്തുണ്ടാവും എന്ന് പ്രതീക്ഷിക്കരുത്. കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയൊരു അടങ്ങേറ് കക്കൂസ് പോകാനുള്ള അടങ്ങേറാണ്. അതിന് സമ്മതിക്കൂലെങ്കിൽ ഓൻ്റെ അടങ്ങേറ് അള്ളാഹു തആല കേൾക്കൂല. ഉറപ്പാണ് ആ സംഗതി. മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അതല്ലേ. ആ ബുദ്ധിമുട്ട് ഇവിടെ പരിഹാരമല്ല. 5 എണ്ണം ഉണ്ട്, 5ഉം പൂട്ടിക്കുക. എവിടുന്ന നേരാകുക? എന്നിട്ട് അതിനൊക്കെ നമ്മൾ വാശി പിടിക്കുക. ഇതൊക്കെ എങ്ങനെ? കമ്മിറ്റി യോഗം കൂടിയാൽ ആദ്യം എടുക്കണ ഏറ്റവും വലിയ തീരുമാനം യാചന കർശനമായി നിരോധിച്ചിരിക്കുന്നു. അതിൻ്റെ പുറത്ത് മൗലവിയോട് ഈ പള്ളിയിൽ പിരിവ് അനുവദിക്കാൻ പാടില്ല എന്ന് പറയാൻ ഒരാളെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് പിരിച്ചുകൊണ്ട് തുടങ്ങിയതാണ് ഈ പരിപാടി. ബക്കറ്റ് പിരിവില്ലേ ഇവിടെ? ഇല്ലേ? ആ പിരിച്ചോളി. ബിലാൽ റളിയല്ലാഹു അൻഹു വേഗം കൊണ്ടൊരു ബക്കറ്റ്. മദീനത്തെ പള്ളിയിൽ നിന്ന് പിരിവ് തുടങ്ങിയിട്ട് ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീനത്തെ പള്ളിയിൽ ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, ബിലാലേ ഒരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുക എന്ന് പറയും. ഞാൻ എല്ലാവരും ഒന്നും വാങ്ങിക്കാണ്ട് കൊടുക്കും. അസർ നിസ്കാരം കഴിയുമ്പോൾ ചിലപ്പോൾ അയാൾ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ വേറൊരാളുണ്ടാവും. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, ബിലാലേ ഒരു വിരുന്നുകാരൻ്റെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക അറിയും. ഞാൻ പിന്നെയും വാങ്ങിക്കൊടുക്കും. അങ്ങനെ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ നിന്ന് പിരിവ് നടത്തിയിട്ട് തുടങ്ങിയതാണിത്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, തരുണോൻ തന്നുകാണ്ടിരിക്കും, എതിർക്കണോ എതിർത്തുകാണ്ടിരിക്കും. തരുണോൻ്റെ ഇരുന്ന് വാങ്ങുക, എതിർക്കണോനോടൊന്നും ഉണ്ടാതിരിക്കുക. തരുണോ അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ജുമയ്ക്ക് വരുമ്പോൾ ഒരു 500ൻ്റെ നോട്ടും ഒരു 100ൻ്റെ നോട്ടും ഒരു 50ൻ്റെ നോട്ടും ഒരു 10ൻ്റെ നോട്ടും വെച്ചിട്ടാ വരിക. ഇമാമ് പറയുമ്പോൾ അറിയാം ഏത് നോട്ടാ എടുക്കേണ്ടത്, അതിനനുസരിച്ച് എടുക്കും തരുന്നോൻ. തരാത്തോനോ ആ കുപ്പായ അവിടെ ഇട്ടിട്ട് വേറൊരു കുപ്പായ ഇട്ടുങ്ങാണ്ട് വരും, കാലി അതാ കുപ്പായം മറന്നു തരൂല. എന്നിട്ട് ഓൻ പറയും ഇറങ്ങിയതിൻ്റെ ശേഷം എന്ത്, ഈ പള്ളിക്ക് എന്നും പിരിവെന്നെയാണ്. ഓ എന്നും കുപ്പായം മാറിയിട്ട് തന്നെ വന്നിട്ടുള്ളത്. പിന്നെ എന്തിനാ പറയേണ്ട ആവശ്യം? തരുണോൻ തന്നുകൊണ്ടിരിക്കും, എതിർക്കണോ എതിർത്തുകൊണ്ടിരിക്കും. എതിർക്കണോനോടൊന്നും മുണ്ടാൻ പോണ്ട, തരുന്നോൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കൊണ്ടേയിരിക്കണം. എന്നാൽ ഓനങ്ങനെ ഒരു ശീലം വരും. നമ്മളെ കുട്ടികളെ വരെ നമ്മൾ വേണ്ടാത്തതാ പഠിപ്പിക്കണേ. കുട്ടികളെ വരെ ഇപ്പം റമദാൻ മാസം കഴിഞ്ഞില്ലേ, പെരേക്കൊരു മിസ്കീനായ ഒരു സാധുവായ മനുഷ്യൻ വരികയാണെങ്കിൽ, ഒരു സാധുവായ മനുഷ്യൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഒരു സാധുവായ മനുഷ്യൻ പെരേക്ക് വരികയാണെങ്കിൽ വാപ്പ ഡൈനിങ് ഹാളിൽ എന്നിട്ട് കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ നോക്കും, ആരാ വരുന്നത്? ഒരു മിസ്കീൻ വരുന്നുണ്ട്. മകനോട് പറയാണ്, കുട്ടിയെ ആരോ ഒരാൾ വരുന്നുണ്ട്, ബാപ്പ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞളട്ടോന്ന്. ഇതൊക്കെയാണ് നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചത്. പിന്നെ എങ്ങനെ ഓല് എതിർക്കാതിരിക്കുക? എന്താ ചെയ്യേണ്ടത്? ഒരു 10ൻ്റെ ഓട്ട് എടുക്കണം. ഒരു 10ൻ്റെ ഓട്ട് എടുത്തിട്ട് കുട്ടിയുടെ അടുത്ത് കൊടുക്കണം, മോനെ നമ്മളടുത്ത് ഒന്നുമില്ല, എന്നാലും നമ്മളടുത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ട് ഒരു സാധുവായ മനുഷ്യൻ വരില്ലേ,
അങ്ങനെ വെറും കയ്യോടെ മടക്കണത് ശരിയല്ലല്ലോ മോനെ. അതുകൊണ്ട് വാപ്പാന്റെ കുട്ടി ഈ പൈസ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തളാന്ന് പറഞ്ഞിട്ട് ഓനെ ഏൽപ്പിച്ചാല് ഈ ദീനിന്റെ സംസ്കാരം എന്താണ് എന്ന് അവൻ അറിയാമായിരുന്നു. അതിന് പകരം വാപ്പ പത്തായത്തിലില്ല എന്ന് പറഞ്ഞോട്ടോന്നാ ഏൽപ്പിച്ചത്. അതാണ് പഠിഞ്ഞു കുട്ടിക്ക് തന്നെ സംഗതി ഉണ്ടായത്. അതുകൊണ്ട് മുസ്ലിമിന്റെ സംസ്കാരം എന്താണെന്ന് നമ്മൾ മക്കളെ പഠിപ്പിക്കണം. പള്ളിക്ക് ചെന്നിട്ട് വെള്ളിയാഴ്ച അല്ല, ഞങ്ങൾ ഉടനല്ലേ പറയണേ, അല്ല ഇടക്കിടക്ക് ചോദിച്ചേണ്ടി വരികയാണ്. പള്ളിക്ക് വെള്ളിയാഴ്ച ചെന്നിട്ട് മേലെന്ന് ഭയങ്കര വർത്താനം, പള്ളിൻ്റെ മേലെന്ന് ഭയങ്കര വർത്താനം. പള്ളിക്ക് ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങാടിയിൽ വന്നിട്ട് മൂപ്പര് പറയാണ്, എന്താ ഇപ്പം നമ്മളെ പള്ളിക്കത്തൊരു കഥ, ചെറുക്കന്മാരുണ്ട് വന്നുങ്ങാണ്ട് മേലെ കയറി നിങ്ങാണ്ട് നായാട്ടാണ് എന്ന് പറയണ ആള് ചോറിച്ചാൻ വേണ്ടി പെരേക്ക് ചെല്ലുമ്പോൾ ഓൻ്റെ ചെറുക്കുണ്ടാവുമല്ലോ പെരേല്. ഒന്ന് ചോദിച്ചൂടെ അവിടെ ചെറുക്ക കുട്ടിയെ, ബാപ്പാൻ്റെ കുട്ടി ഇന്ന് പള്ളിൻ്റെ മേലെ ഇരുന്നിരുന്നത് ആ വർത്താനം പറഞ്ഞിരുന്ന സെറ്റിൽ ഇജ് ഉണ്ടായിരുന്നോ എന്നൊന്ന് ചോദിച്ചോ? അത് ചോദിക്കൂല. മൂപ്പര് അസർക്ക് വീണ്ടും വന്ന അങ്ങാടിന്ന് വേണമെങ്കിൽ പറയും, എന്താ അപ്പം നമ്മളെ ആ വർത്താനം പറഞ്ഞ മേലെ ഇരിക്കണ ചെക്കൻ ബാപ്പുള്ള ചെറുക്കൻ തന്നെയാണ്, പെരേന്ന് വന്ന തന്നെയാണത്. ആ പെരയിലും ചെന്നുകാണ്ട് ആ ചെറുക്കനോട് ചോദിച്ചൂടെ, ഇജിന്ന് ആ പള്ളിൻ്റെ മേലെ കയറിയിരുന്നാണ്ട് വർത്താനം പറഞ്ഞോന്ന്? അത് ചെയ്യൂല. മൂപ്പർക്ക് അങ്ങാടിയിൽ വാപ്പയാകാൻ ഭയങ്കര രസമാണ്. പെരയിൽ വാപ്പയാകാൻ എന്ന് പറഞ്ഞാൽ ദേശം പണിയുണ്ടാവും അതിന്. അങ്ങാടിയിൽ വാപ്പയാകാൻ ആർക്കാ പറ്റാത്തത്? അവനാൻ്റെ പെരയിൽ വാപ്പയാകണം, വാപ്പി ഇമ്മയാവണം. അത് രേശം ഇടങ്ങേറുള്ള കാര്യക്കാരം. എല്ലാ കാലത്തും നല്ല മനുഷ്യന്മാരുണ്ടാവും, എല്ലാ കാലഘട്ടത്തിലും നല്ല മനുഷ്യന്മാരുണ്ടാവും. ഈ കാലഘട്ടത്തിലെ നല്ല മനുഷ്യന്മാരായി ജീവിക്കാനും മക്കളിലേക്ക് അത് കൈമാറാനും നമുക്ക് കഴിയണം. എല്ലാ കാലത്തും നല്ല മനുഷ്യന്മാരുണ്ടാവും. ഇക്കാലഘട്ടത്തിലെ മുത്തഖീങ്ങളായ നല്ല മനുഷ്യന്മാരായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അത് നമ്മളെ മക്കൾക്കും കുടുംബത്തിനും ആ ഒരു സന്ദേശം കൈമാറാനും പറ്റണം. അപ്പോഴാണ് വിജയം എന്ന് പറയുന്നത്. അതാണ് വിജയമെന്ന് പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, മുസ്ലിമിനും ഇസ്ലാമിനും അതിൻ്റെ ആളുകൾക്കും ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തെ മുറുകെ പിടിക്കാനും മുന്നോട്ട് കൊണ്ടുവരാനും നമുക്ക് സാധിക്കണം. നമ്മളെ പഴയ കാലത്തെ ആളുകൾ പള്ളിയുമായി ബന്ധപ്പെട്ട സംസ്കാരത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. പള്ളിയുമായി ബന്ധപ്പെട്ട സംസ്കാരം ഇന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയണം. നമ്മളെ വീട്ടിലത്തെ കാര്യം ആലോചിച്ചാലും നമ്മളെ പള്ളിക്കത്തെ കാര്യം ആലോചിച്ചാലും എവിടെയും എല്ലാതും ഏകദേശം ഒരേമാതിരിയായി മാറിയിട്ടുണ്ട്. വീട്ടിലത്തെ കാര്യം ആലോചിച്ചാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വീട്ടിലേക്ക് നമ്മൾ എടുത്താൽ കുട്ടികളിങ്ങനെ ലേശം വലുതായി വന്നു. കുട്ടികൾക്കൊക്കെ ലേശം വരുമാനമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇമ്മി മക്കൾ ഒന്നായിട്ട് വാപ്പാനൊറ്റ ചവിട്ടണി ചവിട്ടും. ഇമ്മി മക്കൾ ഒന്നാണ്. പെരയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇമ്മി മക്കളും കൂടി ആലോചിക്കും. വാപ്പാനോട് വിവരം പറയുന്നില്ല. പാപ്പ വിരുന്നേര് വരുമ്പോഴാണ് ഇന്നിവിടെ സൽക്കാരം ഉണ്ടില്ലേ എന്ന് അറിയണത്. വാപ്പേ ആരാ വാപ്പ? അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഹൽക്ക് വാപ്പയാണ്. അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. അള്ളാഹ് മനുഷ്യനെ ആദ്യം പഠിച്ചപ്പോൾ ഉമ്മാനല്ല പഠിച്ചത്, ബാപ്പാനെയാണ്. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന ഹബീബുനാ റസൂലുള്ളാഹി. വാപ്പ സ്വർഗത്തിന്റെ നടുവിലെ വാതിലാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ വീടുകൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ റേഷൻ കഴിഞ്ഞാൽ വാപ്പാക്കൊരു നിലവാരം ഇല്ലാതാവും. വാപ്പാക്ക് ആകെ 3 പണിയേ പിന്നെ പെരയിലുള്ളൂ. 3 പണി. ഒന്ന് രാവിലെ മീൻ കൊണ്ടുവരിക, 2 നഴ്സറിക്കുട്ടിനെ വണ്ടി കയറ്റുക, 3-ാമത്തെ പണി വൈകുന്നേരം ഒരു ടോർച്ച് കൊടുത്തുങ്ങാണ്ട് പള്ളിക്കൊക്കെ പോവുക. എന്നിട്ട് പള്ളിക്കൊക്കെ നിക്കരിച്ചാൻ വരുന്ന കുറച്ച് കുട്ടികളുണ്ടാവും. ഹൗദൊന്ന് വെള്ളം മുക്കിയാലും പ്രശ്നമാക്കുക, മുക്കിയില്ലെങ്കിലും പ്രശ്നമാക്കുക. പള്ളിക്ക് ദർസും കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട. എല്ലാവരും ചെറുതായിട്ട് വലുതായത് തന്നെയല്ലേ. സാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒട്ടകം മാത്രമേ പാറൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ചെറുതായിട്ട് വലുതായതാണ്. നമ്മൾ ചെറുതായപ്പോൾ എങ്ങനെയായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കണ്ടേ, നല്ലല്ലേ കിട്ടുള്ളൂ. ഞാൻ ഇപ്പം ഇത്ര വലുപ്പത്തിലാണ് ജനിച്ചതല്ലല്ലോ. ചെറുതായി എല്ലാം കഴിഞ്ഞ് അവസാനം ഇപ്പോൾ ഈ രൂപത്തിലേക്ക് എത്തിയതാണ്. എല്ലാവരും ചെറുതായിട്ട് വലുതായതാണ്. അതെന്താ നമ്മൾ ആലോചിക്കാത്തത്? എന്നിട്ട് കുട്ടി അതിപ്പം ഇവിടെ നിന്ന് മാത്രമല്ല, പേരിലും അങ്ങനെ തന്നെയാണ്. പേരക്കുട്ടി വരുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് വരിക. വല്യാപ്പ മുറ്റത്ത് കണ്ട് ഇറങ്ങി ഗേറ്റിങ്ങന്ന് കുട്ടീനെ എടുത്തുങ്ങാണ്ട് കൊണ്ടുവരും. 2 ദിവസം കഴിഞ്ഞാൽ പ്രശ്നമായി. പത്രം എടുത്തു, ഫോട്ടം വെട്ടി, സൈക്കിൾമ കയറിയില്ല, ചൊറിഞ്ഞ് മാന്തി
ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുക 3 സമയത്താണ്. ഒരാൾ മാറുക 3 സമയത്താണ്. ഒന്ന് പ്രായപൂർത്തിയാവുമ്പോൾ ഓൻ വലിയ കുട്ടിയാവും. അപ്പോൾ അവൻ്റെ അമ്മ പറയും ഓനോട്, വാപ്പ പറയും, എടാ ഇജ്ജിപ്പോൾ വലിയ കുട്ടിയായി എന്ന് പറയും. അപ്പോൾ ഓനും തോന്നും ഞാൻ ഇപ്പോൾ വലുതായ എന്താ കുഴപ്പമെന്ന് നിങ്ങൾ ഇങ്ങോട്ട് ഞാരും പറയണ്ട, ഞാൻ പറഞ്ഞത് എല്ലാവരും കേട്ടാൽ മതിയെന്ന് ഇങ്ങനെ ഒരാൾക്ക് തോന്നിയാൽ ഓൻ പരാജയപ്പെടും. ഏത് മനുഷ്യനാണെങ്കിലും നമ്മൾ 90 വയസ്സുള്ള തന്തപ്പാപ്പയാണെങ്കിലും നമ്മളോട് പറയാൻ ഒരാളുണ്ടെങ്കിൽ മാത്രമേ നേരാവുള്ളൂ. ഒരു മനുഷ്യന് എപ്പോൾ ഇങ്ങോട്ട് ആരും പറയണ്ട, ഞാൻ പറയണത് എല്ലാവരും അങ്ങോട്ട് കേട്ടാൽ മതി, ഞാൻ വലിയ കുട്ടിയാണ് എന്ന് തോന്നിയാൽ അന്ന് മുതൽ ഓൻ്റെ പരാജയം സ്റ്റാർട്ട് ചെയ്തു. ഇതന്നെ സംഗതി. ഒന്നാമത്തെ മാറ്റം അതാണ്, വലിയ കുട്ടിയായാൽ. രണ്ടാമത്തെ മാറ്റം ജോലി കിട്ടല്. ഒരു പണി കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ കഴുതക്കാലും പിടിക്കാൻ തയ്യാറാവും. അങ്ങനെയാണ് കാര്യം നേടാൻ കഴുതക്കാല് പിടിക്കുക എന്നാണ്. എന്ത് അടങ്ങേറിനും തയ്യാറാവും ഒരു ജോലി കിട്ടാൻ. ഒരു ജോലിയാണ് കിട്ടിക്കഴിഞ്ഞാലോ, ജോലി കിട്ടിയാൽ പിന്നെ ഓനക്ക് ആരും കണ്ണിൻ്റെ കണ്ടൂടാ. ചില പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ, ചില വില്ലേജ് ഓഫീസിൽ ചെന്നാൽ, ചില സ്കൂളിൽ ചെന്നാൽ, ചില പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ മോത്ത് നോക്കാത്ത കുറേ ആൾക്കാരുണ്ടാവും അവിടെ. ഒരു മനുഷ്യൻ വന്നാലോ ഒന്ന് മോത്ത് നോക്കണ്ടേ? നോക്കൂല. എന്തേ? ഓൻ ഉദ്യോഗസ്ഥനല്ലേ. ജോലി കിട്ടിയാലും മനുഷ്യൻ്റെ സ്വഭാവം മാറും. പിന്നെ ഓന് ജോലി ഇല്ലാത്തവനെ കണ്ണിൻ്റെ കണ്ടൂടാ. അങ്ങനെയായി. മൂന്നാമത്തെ മാറ്റം റിട്ടയർഡ് ആവുമ്പോഴാണ്. ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയാലും, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും, കന്നൂട്ടിൽ നിന്ന് റിട്ടയർഡ് ആയാലും, പള്ളിക്കന്ന് റിട്ടയർഡ് ആയാലും, എവിടുന്ന് റിട്ടയർഡ് ആയാലും, ഗൾഫിൽ നിന്ന് റിട്ടയർഡ് ആയാലും, റിട്ടയർഡ് ആയാലുള്ള പ്രശ്നം കുട്ടികളെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാതാണ്. ഇപ്പൊ കുറേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ റാഹത്തിലിരിക്കുന്നുണ്ടാവും. വേറെ ചില ആൾക്കാർക്ക് ആകെയുള്ള പ്രശ്നം 4 കുട്ടികൾ അവിടെയും ഇവിടെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട് എന്നുള്ളതായിരിക്കും. കുട്ടികളെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ, കുട്ടികൾ വർത്താനം പറയാതിരിക്കോ? നമ്മളും കുട്ടിയായപ്പോൾ അങ്ങനെ തന്നെയല്ലേ. അവനാൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികളായപ്പോൾ എങ്ങനെയായിരുന്നു എന്ന്. കുട്ടികൾ വർത്താനം പറയാതിരിക്കോ? നമുക്ക് അപ്പോൾ അതൊക്കെ കേൾക്കാത്ത മാതിരി ഇരിക്കണമല്ല. എന്താ പ്രായമാകുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് കുട്ടികളെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ. സൈക്കിൾമ കയറിയാൽ കച്ചറുണ്ടാക്കും. ഒരു കുട്ടി സൈക്കിൾമ, എന്തിനാണ് ആ സൈക്കിള് പൈസയും കൊടുത്ത് വാങ്ങിക്കൊടുന്ന് വെച്ചിരിക്കണത്? ഓനായ്മ ഒന്ന് കയറി വെക്കാനും കൂടിയും പറ്റൂലെങ്കിൽ നായി. അപ്പോൾ കയറിയാലോ കണ്ടിലേ ചെറുക്കൻ കാല് മുറിച്ചാൻ കയറിയിരിക്കണത്. ഓൻ കാല് മുറിച്ചാനാ കയറിയത്? ഓൻ പഠിച്ചാൻ കയറിയതല്ലേ. സംഗതി എന്താ അപ്പോൾ കാട്ടുക മനുഷ്യൻ? അത് പള്ളിക്ക് ചെന്നാലും അങ്ങനെ തന്നെയാണ്. പള്ളിക്ക് ചെന്നാലും കുറേ കുട്ടികൾ വരും അവിടെ. ഓലെ എങ്ങനെയെങ്കിലും ഒന്ന് പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിച്ച് കിട്ടലാണ് ആവശ്യം. ഒരുക്ക വന്നാൽ പിന്നെ ആ വൈക്ക് വരാത്ത കോലത്തിലാക്കും. ഹൗദ്, അള്ളാന്റെ പള്ളിക്കത്തെ ഹൗദെന്ന് വെള്ളം മുക്കി ഒഴിച്ചേ. അങ്ങനെയായി. മുക്കിയില്ലെങ്കിലോ പടച്ചോന്റെ പള്ളിക്ക് കാല് കെക്കാതെ കയറിയേ. അങ്ങനെയായി. എന്ത് ചെയ്താലും. എൻ്റെ നാട്ടിക ഉസ്താദ് ഒരു തമാശ പറയലുണ്ട്. ഒരു ചങ്ങായിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിത്തരേ ഒരാളെ. അപ്പോൾ ഈ സ്റ്റേഷനിക്ക് കയറിയപ്പോൾ വലത്തെ കാല് വെച്ചിട്ടാണ് കയറിയൊക്കെ കൊടുത്തു പെരടിക്കൊന്ന്. എന്തടാ ഇജ്ജ് പുതിയാപ്പിള ഇറങ്ങാണോ എന്ന് ചോദിച്ചു. അതിലോ അങ്ങോട്ട് തന്നെ ഇറങ്ങിയിട്ട് ഇടത്തെ കാല് വെച്ചിട്ട് കയറിയപ്പോൾ കൊടുത്തു പെരടിക്കൊന്ന്. എന്തടാ എൻ്റെ കൊല്ലാൻ കൊണ്ടുപോവുകയാണോ എന്ന് ചോദിച്ചു. ആകെ ശില്പല്ലോ കൊണ്ട് ഇറങ്ങിങ്ങാണ്ട് 2 കാലും എടുത്താണ്ട് ഒരൊറ്റ ചാട്ടാണ് ചാടിയപ്പോൾ കൊടുത്തു പെരടിക്കൊന്ന്. യന്ത്ര ജാളെ കളിയാക്കണതെന്ന് ചോദിച്ചു. ഞാൻ എന്താ കാട്ടുക? ഇതേ കോലത്തിലാണ് പള്ളിക്ക് കുട്ടികൾ വന്നാൽ. എങ്ങനെ പിന്നെ ഓല് നമ്മൾ പറഞ്ഞത് കേൾക്ക്? ഞാൻ നിങ്ങളോട് തന്നെയാണ് ഈ പറയണത് കേട്ടോ. എല്ലാവരും ചെറുതായിട്ട് വലുതാകുന്നതാണ് എന്ന ഒരു ആലോചന ഉണ്ടെങ്കിൽ അവരോട് പറയാം, അവർക്കനുസരിച്ച് പറയാം. പറയണ്ടെന്നല്ല ഈ പറയണത്, പറയണം. പക്ഷെ എങ്ങനെ പറയണം? അവർക്കനുസരിച്ച് പറയണം. അവരുടെ ഭാഷയിൽ, കുട്ടികളുടെ ഭാഷയിൽ സംസാരിക്കണം. യുവാക്കളോട് യുവാക്കളുടെ ഭാഷയിൽ സംസാരിക്കണം. ചെറുപ്പക്കാരൊന്നും നേരാവൂല എന്ന് വയസ്സന്മാരുടെ അഭിപ്രായം. പിന്നെ ഈ പള്ളിക്കത്തെ ഹൗദത്തെ വെള്ളം കഴിച്ചാൽ ഓല് നിൽക്കരിച്ചിട്ട് തന്നെ, അല്ലാതെ വയസ്സന്മാർ നിൽക്കരിച്ചിട്ടാ? വയസ്സന്മാർ 2 നിൽക്കാരത്തിന് ഒന്നിച്ച ഓലുണ്ടാക്കുക. കുട്ടികൾ നിൽക്കരിച്ചിട്ട് തന്നെയാണ് അത്. ചെറുപ്പക്കാർ നിൽക്കരിച്ചിട്ട് തന്നെയാണ്. ഓല് നേരാകാത്ത പ്രശ്നമൊന്നുമില്ല, നേരാവുകയൊക്കെ ചെയ്യും. എന്താ അപ്പം നേരാവാത്ത കുഴപ്പം? ചെറുപ്പക്കാർ നേരാവും, കുട്ടികൾ നേരാവും, എല്ലാവരും നേരാവും. അവരോട് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയണം. കുട്ടികളോട് കുട്ടികളുടെ ഭാഷയിൽ, മുതിർന്നവരോട് മുതിർന്നവരുടെ ഭാഷയിൽ, യുവാക്കളോട് യുവാക്കളുടെ ഭാഷയിൽ സംസാരിക്കാം. നന്നായ ആൾക്കാരൊക്കെ നമ്മൾ ചരിത്രം എടുത്ത് നോക്കി, ഓലൊക്കെ ചെറുപ്പക്കാരനെയാണ്.
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്ന സമയത്ത് വയസ്സായിട്ട് വടിയുത്തിയ ഒരാളാ അല്ലേ? ഈ ചെറുപ്പക്കാരനാണേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വടിയുത്തിങ്ങാണ്ട് വന്നതാ അല്ലാന്ന്, ചെറുപ്പക്കാരനാണേ. അലി റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എല്ലാവരും ചെറുപ്പക്കാരനായിരുന്നു. പഴയ കാലത്തും പുതിയ കാലത്തും പൂർവികന്മാരിലൊക്കെ ഇസ്ലാമിനെ ധന്യമാക്കിയിട്ടുള്ള ആളുകളൊക്കെ യുവാക്കന്മാരായിരുന്നു. ഓല് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വയസ്സായി എന്നുള്ളത് ശരിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആർക്കും വയസ്സാവുമല്ലോ, അത്രേ ഉള്ളൂ അതിൽ. അപ്പം ചെറുപ്പക്കാർ നന്നാവില്ല, കുട്ടികൾ നന്നാവില്ല എന്നൊക്കെ നമ്മൾ വെറുതെ പറയാണ്. അവരോട് അവരുടെ ഭാഷയിലും അവരുടെ രീതിയിലും സംസാരിക്കുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. അതുകൊണ്ട് അതിനൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നിടത്താണ് ജീവിതം അല്ലെങ്കിൽ വിജയം ഇരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മുസ്ലിം ഉമ്മത്ത് പഴയ കാലത്തിലേറെ ഇസ്സത്തോടെയും അഭിമാനത്തോടെയും ജീവിച്ച് കാണിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. നല്ലോണം പഠിക്കണം, പഠിക്കണവർ നല്ലോണം പഠിക്കണം. ഞാൻ ആദ്യം പറഞ്ഞു, എല്ലാവരും പഠിക്കണം എന്നത് നിർബന്ധമുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ ഒരാൾ സ്കൂളിൽ 3-ാം ക്ലാസ്സിലേ പോയിട്ടുള്ളൂ എന്ന് വിചാരിച്ചോളി, മദ്രസയിലും 3-ാം ക്ലാസ്സിലേ പോയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ഓനോട് ഒരാൾ വന്നിട്ട് എടാ അള്ള ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവെന്താന്ന് ചോദിച്ചാൽ കൈക്കോട്ടും തായി ഇങ്ങോട്ട് തല മാറിയിട്ട് അടുത്തേക്കിണ് വാ, എനിക്ക് ആ തെളിവ് ഞാൻ പറഞ്ഞുതരാന്ന് പറയും. ഒരു കുഴപ്പമില്ല. എന്താ അവന് കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ല. പഠിക്കുകയാണെങ്കിൽ രണ്ടും പഠിക്കണം. പഠിച്ചില്ലാച്ചിട്ടൊന്നും വരില്ല. പഠിക്കുകയാണെങ്കിൽ രണ്ടും പഠിക്കണം, രണ്ടും ഒരേമാതിരി പഠിക്കണം. നമുക്ക് സംഭവിച്ചൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ 7-ാം ക്ലാസ് കഴിയുമ്പോൾ 12 വയസ്സ് അല്ലെങ്കിൽ 13 വയസ്സായിക്കാരം. അപ്പോത്തിന് സമസ്ത 2 സർട്ടിഫിക്കറ്റ് തരും. ഒന്ന് 5ത്തവും തരും, ഒന്ന് 7ത്തെ തരും. അതാണെങ്കിൽ റബീഉൽ അവ്വൽ 12-ന് ഉസ്താദുമാർ ഫ്രെയിം ചെയ്തിട്ടാ തരിക. അതിനൊരു പണിയില്ല, കൊണ്ടുപോയാണ് തൂക്കുക. പെണ്ണിനെ പുതിയാപ്പിളാർ കാണാൻ വരുമ്പോൾ അത്യാവശ്യം ഡേറ്റ് ഓഫ് ബർത്ത് കാണാൻ 2 സർട്ടിഫിക്കറ്റ് ധാരാളം. ഇസ്ലാമിക പഠനം കഴിഞ്ഞു, ദീന് കഴിഞ്ഞു, ദീൻ പഠനം കഴിഞ്ഞു, കുഴപ്പമില്ല, സ്കൂൾ അത്രേ ഉള്ളൂ വെച്ചാൽ ഒന്നും സംഭവിക്കൂല. അതേസമയത്ത് ഭൗതിക പഠനം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ദീനും പഠിക്കണം, അല്ലെങ്കിൽ കുറച്ചാണ് പോയാൽ പിടുത്തം കിട്ടൂല. ഇസ്ലാം ദീനിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. ഇസ്ലാം ദീനിന്റെ പ്രത്യേകത ഒരു മനുഷ്യന്റെ വിവരത്തിന്റെ പരിധിക്കനുസരിച്ചാണ് ഇസ്ലാം സംസാരിക്കുക. അല്ലമൽ ഇൻസാന മാലം യഅലം, മനുഷ്യനെ അറിയാത്തത് പഠിപ്പിക്കുക എന്നതാണ് ഖുർആനിന്റെ ദൗത്യം. മനുഷ്യനെ അറിയാത്തത് ഇങ്ങനെ പഠിപ്പിക്കും. അപ്പൊ എവിടെയാണോ ഒരാളുടെ അറിവ് നിൽക്കുന്നത് അതിൻ്റെ മേലെ ഖുർആൻ സംസാരിക്കും. ഒരാളുടെ അറിവ് എവിടെയാണോ നിൽക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ മേലെ നിൽക്കുക. അതുകൊണ്ട് എത്ര അറിഞ്ഞാലും അതിൻ്റെ മേലെ ഖുർആൻ ഉണ്ടായിരിക്കും. പഠിക്കാൻ തയ്യാറാവണം, അറിയണതിനനുസരിച്ച് പഠിക്കണം. അപ്പം നാൾ ഞാൻ പല സ്ഥലത്തും പറഞ്ഞത്, നാളിനോട് ഒരാൾ ചോദിച്ചു, ഈ കൊറോണയ്ക്ക് ആയ സമയത്ത് ഈ കരിഞ്ജീരകം കൂടുതൽ കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകുമെന്നാണല്ലോ ആധുനിക പഠനത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തേ കരിഞ്ജീരകം തോനെ തിന്നാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു. നല്ല ചോദ്യമാണ്. കരിഞ്ജീരകം കൂടുതൽ കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകുമെന്നാണ് ആധുനിക പഠനം, ഏറ്റവും പുതിയ പഠനം വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരിഞ്ജീരകം തിന്നാൻ പറയും ചെയ്തു. അപ്പോൾ രണ്ടും കൂടി തമ്മിൽ എതിരായില്ലേ എന്നാണ് ചോദ്യം. ഈ കരിഞ്ജീരകം കൂടുതൽ കഴിച്ചാൽ കിഡ്നി ഫെയിലിയർ ആകുമെന്ന വിവരമുള്ള ആൾ കരിഞ്ജീരകത്തെക്കുറിച്ച് പറഞ്ഞ ഹദീസുകളൊക്കെ ഒന്നുകൂടി പഠിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ആളാണ്, അത് തെറ്റൂല. പിന്നെ എന്തേ ഉണ്ടാവുള്ളൂ? നമ്മൾ പഠിച്ചെത്തിയില്ല എന്നല്ലേ ഉള്ളൂ. ഈ ഹദീസ് ഒന്നുകൂടിയും പഠിക്കണം. എന്താ ഹദീസ്? ഹബ്ബത്തുസ് സൗദാഇ ശിഫാഉം മിൻ കുല്ലി ദാഇ. ഹബ്ബത്തുസ് സൗദാഇ കരിഞ്ജീരകം, ശിഫാഉൻ ശമനമാകുന്നു, മിൻ കുല്ലി ദാഇൻ എല്ലാ രോഗത്തിനും ശമനമാകുന്നു എന്നാണ് ഹദീസ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കും. കരിഞ്ജീരകം, ഹബ്ബത്തുസ് സൗദ എന്ന് പറഞ്ഞാൽ കറുത്ത വിത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് നമ്മൾ എന്തർത്ഥം വെച്ചതാണ്? കരിഞ്ജീരകം എന്ന അർത്ഥം വെച്ചതാണ്. ഇനി അത് അങ്ങനെ തന്നെ വെക്കുക. ഷിഫാഉൻ ശമനമാകുന്നു, മരുന്നാകുന്നു, വൈദ്യമാകുന്നു, ചികിത്സയാകുന്നു. മിൻ കുല്ലി ദാഇൻ എല്ലാ രോഗത്തെ തൊട്ടും കരിഞ്ജീരകം ശമനമാണ് എന്നുള്ള ഹദീസിൽ തിന്നാൻ പറഞ്ഞ വാക്ക് ഏതാണ്? ഒന്ന് കാണിച്ചെന്നാ നിങ്ങൾ.
ഉംറക്ക് പോയവരേക്കാരല്ല എല്ലാവരും, വിസിറ്റിങ്ങിന് പോയവരുണ്ടാവുമല്ലോ, കുറച്ചാലും UAE-യിലും സൗദിയിലും കുവൈത്തിലും ജോലി ചെയ്തവരുണ്ടാവുമല്ലോ. ഈ ഹദീസിൽ തിന്നാനുള്ള വാക്കുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചേരി. പരമാവധി ഷിഫ ആണ് എന്ന് പറഞ്ഞതിന് മരുന്നാണെന്ന് കിട്ടും. മരുന്നാണെങ്കിൽ തിന്നാനുള്ളതാ. ഞങ്ങളുടെ നാട്ടിൽ ഓയിൽമെന്റ് തിന്നലില്ല. മരുന്നൊക്കെ തിന്നാനുള്ളതാ, തിന്നാന്നായി പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ആർക്കേ കിട്ടുള്ളൂ? ഈ കരിഞ്ജീരകം എന്ന വിഷയത്തെക്കുറിച്ച് പഠിച്ച ആൾക്കേ ഈ ഹദീസ് എന്നത് മനസ്സിലാവുള്ളൂ. ഇനി ഒരാൾ കുറച്ചും കൂടി പഠിച്ചാലോ ഹദീസ് അതിൻ്റെ മേലെ നിൽക്കും. അങ്ങനെ ഞാനിപ്പോൾ കുറേ 2-3 സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ വാട്സപ്പിൽ ഒരാൾ ചോദിച്ചു, എല്ലാ ദണ്ണത്തിനും കരിഞ്ജീരകം പറ്റുമോ എന്ന് ചോദിച്ചു. ചിലതിന് പറ്റാത്തതും ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. എന്താ ഉത്തരം? ഹദീസ് തന്നെ ഉണ്ട്. ഷിഫാഉം മിൻ കുല്ലി ദാഇൻ എന്നാണ്. കുല്ല് ദാഇന് ഷിഫയാണെന്നാണ് പറഞ്ഞത്. ദാഇന് എന്നല്ല, രോഗത്തിന് നല്ല പറഞ്ഞിട്ടുള്ളത്. പിന്നെയോ കുല്ല് ദാഇന് ഷിഫയാണ് എന്നാ പറഞ്ഞത്. കുല്ല് ദാ എന്ന് പറഞ്ഞ ദണ്ണം എന്താണെന്ന് പഠിക്കണം, എന്നാലേ ഏതിനാ ഷിഫ എന്ന് കിട്ടുള്ളൂ. ഞാൻ നിങ്ങളെ വൈദ്യം പഠിപ്പിക്കാൻ വേണ്ടി പറയല്ല, അതൊട്ട് ഇവിടെ നടക്കൂല്ല. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ഭൗതികം എത്രയാണോ പഠിച്ചത് അതിൻ്റെ മേലെ ദീൻ പഠിച്ചെങ്കിൽ മാത്രമാണ് പിടിച്ചിക്കാൻ പറ്റുക. അല്ലെങ്കിൽ കുറച്ചാണ് ചെന്നാൽ പിടുത്തം കിട്ടാതാവും. എന്താ ഇപ്പോൾ ഈ സിറാത്ത് പാലം? മുടിയേക്കാൾ നേർമയായത്, വാളിനേക്കാൾ മൂർച്ചയുള്ളത്, കറുപ്പ് ശക്തമായത്, 7 കയറ്റുള്ളത്, 7 ഇറക്കുള്ളത്, നരകത്തിൻ്റെ മേലെ 70,000 പ്രകാശവർഷം ദൂരേക്ക് വലിച്ചു കെട്ടിയത്. ഇതൊക്കെയാണ് ഇപ്പോൾ സിറാത്ത് പാലം. മനസ്സിലായോ? അത് മനസ്സിലാവൂല ആ സാധനം. ഒന്ന് മുടിയേക്കാൾ നേർമയായതായിരിക്കണം. അതിമക്കൂടെ കോടിക്കണക്കിന് മനുഷ്യന്മാർ നടക്കുമാണല്ലോ. ഇത് മനസ്സിലാകണമെങ്കിൽ ആദ്യം മുഹമ്മദ് നബിയെ മനസ്സിലാവണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലായ ആൾക്ക് മാത്രമേ സിറാത്ത് പാലം മനസ്സിലാവുള്ളൂ, ജന്നത്ത് മനസ്സിലാവുള്ളൂ, നാറ് മനസ്സിലാവുള്ളൂ, ഹിസാബ് മനസ്സിലാവുള്ളൂ, ഹൗള് മനസ്സിലാവുള്ളൂ, മഹ്ശറ മനസ്സിലാവുള്ളൂ. ഇതൊക്കെ മനസ്സിലാണെങ്കിൽ ആദ്യം എന്താ മനസ്സിലാവണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാവണം. ഈമാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈമാന്റെ അടിസ്ഥാനം നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എപ്പോഴും പഠിക്കണം. മുഹമ്മദ് നബിയെ മനസ്സിലായാൽ മാത്രമാണ് ഈമാനിന്റെ ഓരോ അടിസ്ഥാനങ്ങളും മനസ്സിലാകുക. സിറാത്ത് പാലം നമുക്ക് എങ്ങനെ ആലോചിച്ചാലും മനസ്സിലാവൂല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലായതിനാൽ നമുക്ക് സിറാത്ത് പാലം മനസ്സിലായി, നമുക്ക് സ്വർഗം മനസ്സിലായി, നരകം മനസ്സിലായി. അതാണ്ട് പോയാൽ അതിൻ്റെ ഒപ്പം ബാക്കിയുള്ളതുകൊണ്ട് പോകും. അതുകൊണ്ട് കുട്ടികൾക്ക് മുഹമ്മദ് നബിയെ പഠിപ്പിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മാത്രമാണ് അവർ ഈമാനിൽ ഉറച്ചു നിൽക്കുക. ലോകത്ത് എത്ര പഠിച്ചാലും കഴിയാത്ത വിഷയം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി ഏത് വിഷയമാണെങ്കിലും പഠിച്ചാൽ തീരും, ഏത് വിഷയം പഠിച്ചാൽ തീരും. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിച്ചെത്തുന്നതിൻ്റെ മേലെ ആയിരിക്കും. നമ്മൾ എവിടെയാണോ പഠിച്ചെത്തുന്നത് അതിൻ്റെ മേലെ. 10 കൊല്ലം 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കി നിന്ന ഒരു സഹാബിയുണ്ട്, സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം നബി തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താ അനസേ ഇതിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കണതെന്ന് ചോദിച്ചു. എന്താ മുഖത്തേക്ക് ഇങ്ങനെ നോക്കണതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, നിങ്ങളുടെ ഭംഗി ആസ്വദിച്ചാൽ തീരുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനതൊന്ന് പരമാവധി ആസ്വദിക്കട്ടെ എന്ന് കരുതി നോക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല. ലോകത്തെ എല്ലാ ഭംഗിയും ആസ്വദിക്കുമ്പോൾ കുറയും. നിങ്ങളുടെ മുഖത്തേക്ക് കുറേ നേരം നോക്കിയാൽ മനസ്സിലാവും പല്ലൊന്ന് ചെരിഞ്ഞിട്ടാണ് എന്ന്. നോക്കുന്നതിനനുസരിച്ച് ഭംഗി കുറയും. എന്നാൽ മുഹമ്മദ് നബിയെ നോക്കുന്നതിനനുസരിച്ച് ഭംഗി കൂടും. അതാണ് പ്രത്യേകത. അതാണ് 10 കൊല്ലം നോക്കി നിന്ന ആള് 10ാമത്തെ കൊല്ലം നോക്കി നിന്നപ്പോൾ ചോദിച്ചു, എന്താ പറ്റി ഇങ്ങനെ നോക്കണേന്ന്. അതിൽ പറഞ്ഞു, ഞങ്ങളെ ഭംഗി ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പരമാവധി ആസ്വദിക്കട്ടെ എന്ന് കരുതി നോക്കുകയാണ്. കാരണം ഓരോ ദിവസവും നബി തങ്ങളെ കാണുമ്പോൾ ഓരോ പ്രത്യേകതകളെങ്കിലും കൂടിയിട്ടുണ്ടാവും. പിറ്റേ ദിവസം കാണുമ്പോൾ പിന്നെയും കൂടും. നമ്മൾ ഏതൊരു മനുഷ്യനായിട്ട് കമ്പനി കൂടിക്കോളി, ഒരു ദിവസം കാണുമ്പോൾ അത്ര ചൊർക്ക് പിറ്റേ ദിവസം ഉണ്ടാവില്ല. ഒരു പെണ്ണെട്ടി കൊടുന്നു 18 വയസ്സായ കുട്ടിനെ,
20 വയസ്സിൽ അത്ര തന്നെ ചുരുക്കുണ്ടാവില്ല, 30 അത്ര തന്നെ ഉണ്ടാവില്ല, 40 പിന്നെയും കുറയും, 50 പിന്നെയും കുറയും, 60 തീരെ എടുക്കാണ്ടാവില്ല, ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറയും. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 63-ാമത്തെ വയസ്സിലും കവിളിൽ ചുളിവ് വീണിട്ടുണ്ടായിരുന്നില്ല. 63-ാമത്തെ വയസ്സിലും കവിളിൽ ഒരു ചുളി വീണിട്ടുണ്ടായിരുന്നില്ല മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ. അത് നബി തങ്ങൾക്ക് മാത്രമല്ല, സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 150 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു തലയിലെ ഒറ്റ മുടി നരച്ചിട്ടില്ല. മുഹമ്മദ് നബി തലയിൽ കൈവച്ചതാ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം. 150 വയസ്സ് വരെ ആര് ജീവിച്ചിട്ടുണ്ട്? അനസ് റളിയല്ലാഹു അൻഹു ജീവിച്ചു. 200 വയസ്സ് വരെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ജീവിച്ചു. 150-ാമത്തെ വയസ്സിലും അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ തലയിലെ ഒരു മുടി നരച്ചിട്ടില്ല. ചെറിയ കുട്ടിയായിരിക്കുമ്പോ എളാപ്പ കൊടുന്ന് നബിന്റെ അടുത്താക്കിയപ്പോ തലമ്മ അങ്ങനെ കയ്യച്ചുങ്ങാണ്ട് അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദിഹി എന്ന് ദുആ ചെയ്തതാണ്. തലയത്തെ ഒറ്റ മുടി നരച്ചിട്ടില്ല. പഠിച്ചാൽ തീരാത്ത ഒരു വിഷയം മാത്രമേ ദുന്യാവിലുള്ളൂ, അത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഈമാന്റെ അടിസ്ഥാനാണ്. അതങ്ങോട്ട് പഠിഞ്ഞെങ്കിലേ ദീനിൽ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ വേറെ കുറേ ആണ്ട് പഠിച്ചാൽ എന്താ അപ്പം അതൊക്കെ കൂടി നിന്ന് കുറയാൻ പോയ ഐഡിയ കിട്ടൂല. ഇതൊക്കെ ആരോ വെറുതെ ഉണ്ടാക്കി തീർത്താണെന്ന് തോന്നും. ഈമാൻ പഠിക്കുക പറഞ്ഞാൽ മുഹമ്മദ് നബിയെ പഠിക്കലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചെറുപ്പം മുതൽ കുട്ടികളെ പഠിപ്പിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെറുപ്പം മുതൽ പഠിപ്പിക്കണം. അത് പഠിഞ്ഞോനാണ് ഈമാനിൽ നിൽക്കുക. അത് ഈമാന്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. അത് മനസ്സിലായാലേ ഹൗദുൽ കൗസർ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അത് മനസ്സിലായാലേ ഹിസാബ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അത് മനസ്സിലായാലേ ഷഫാഅത്ത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുവിനും ഉണ്ടായ പ്രത്യേകത അത് മനസ്സിലായി എന്നതാണ്. അവർക്കുള്ള പ്രത്യേകത അത് മനസ്സിലായി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളും അത് മനസ്സിലാക്കണം, എന്നാലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ നബിതങ്ങളെക്കുറിച്ചുള്ള വയലുകൾ കേൾക്കണം, നബിതങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ കേൾക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കണം. ഇതിനൊന്നും ഒഴിവില്ല. നമ്മൾ വലിയ വലിയ പഠനത്തിലാണ്. പഴയ കാലത്തൊക്കെ ദർസിൽ നാട്യരുട്ടികൾ വരും ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ. നാട്യരുട്ടികൾ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ ആകെയുള്ള സമയം 1 മണിക്കൂറും 10 മിനിറ്റുമാണ്. മഗ്‌രിബ് വാങ്ങി കൊടുത്ത് ഇശാൻ്റെ ഇടയിൽ ആകെയുള്ള സമയം 1 മണിക്കൂറും 10 മിനിറ്റും. അതിലൊരു 15 മിനിറ്റ് 20 മിനിറ്റ് മഗ്‌രിബ് നിസ്കാരത്തിനും ഔറാദുകൾക്കും പോകും. ബാക്കി സമയമാണ്. കുഴപ്പമില്ല. എന്നാലും ഒരു ഇൽമിനേറ്റ് ഒരു ബന്ധം കിട്ടുമല്ലോ. ഒരു റിയാദുസ് സ്വാലിഹീനോ ഒരു ഇർഷാദോ ഒരു ഫത്തുൽ മുഈനോ എന്തെങ്കിലും ഒന്ന് ഓതിയാൽ അതാണ് പഴയ കാലത്തെ ആളുകൾക്കുള്ള പ്രത്യേകത. ഇൽമുമായിട്ടുള്ള ബന്ധത്തെ അവർ നിലനിർത്തി. ഞമ്മക്ക് സ്കൂൾക്ക് എഴുതാണ്ട്, ഞാൻ സ്കൂൾ പഠിക്കണ്ടെന്നുള്ള അഭിപ്രായക്കാരനല്ല, എഴുതണ്ടെന്നുള്ള അഭിപ്രായക്കാരനല്ല. ദീനുമായിട്ടുള്ള ബന്ധം എന്നാ പിന്നെയും കുറച്ചൊക്കെ നിലനിൽക്കുന്നത് ആൺകുട്ടികൾക്കാണ്, പെൺകുട്ടികൾക്ക് തീരല്ല. ആൺകുട്ടികൾക്ക് കേൾക്കണ്ടെന്ന് കരുതിയാലും വെള്ളിയാഴ്ചത്തെ വായന അറിയാതെ കേട്ടു പോകുമല്ലോ. പെൺകുട്ടികൾക്ക് അതുമില്ല. ഇതന്നെയാണ് സംഗതി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠന വിഷയമാകുന്നില്ല, നമ്മൾ പഠിക്കുന്നില്ല, പഠിക്കാൻ തയ്യാറല്ല. ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. പിന്നെ നബിതങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുകയാണെങ്കിൽ തന്നെ കേൾക്കുന്നത് നേരെ ഉൾട്ടയാണ്. 11 കല്യാണം കഴിച്ചു, എല്ലാവർക്കും 4 പറ്റുള്ളൂ. എന്താ ഇപ്പോൾ നബിതങ്ങൾക്ക് മാത്രം ഇത്ര വലിയ പ്രത്യേകത? നബിൻ്റെ ആകെ ഒരു പ്രത്യേകതയാണ് നമുക്ക് മനസ്സിലായത്. ഏത്? എല്ലാവർക്കും 4 പെണ്ണുങ്ങളാണ്, നബിതങ്ങൾക്ക് 11 പെണ്ണാണ്. മുസ്തഫായ നബിതങ്ങൾക്ക് വേറെ ഒരുപാട് പ്രത്യേകത ഉണ്ട്. അതും കൂടിയും കിട്ടിയാലേ ഇത് കിട്ടുള്ളൂ. ഞമ്മക്ക് എല്ലാവർക്കും തഹജ്ജുദ് നിസ്കാരം സുന്നത്തല്ലേ? ഞമ്മക്ക് തഹജ്ജുദ് നിസ്കാരം സുന്നത്താണല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാണ്. ഫറദ് നിസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ് നബി തങ്ങളോട് അല്ലാഹു തആല തഹജ്ജുദ് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇഖ്റ ബിസ്മി കഴിഞ്ഞിട്ട് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഇറങ്ങിയിട്ട് പിന്നെ ഇറങ്ങിയ സൂറത്താണ് യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല. അതിലാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാണ്, നമുക്ക് സുന്നത്താണ്. ഒരു പ്രത്യേകത മാത്രം ആലോചിച്ചാൽ പോരാ. നമ്മളൊരു പെണ്ണെട്ടി പറ്റൂല എന്ന് ഓൽക്ക് തോന്നി, അല്ലെങ്കിൽ ഞമ്മക്ക് തോന്നി, മളജ് നല്ല ആൾക്കാർ എൻ്റെ പെരേക്ക് പോയിക്കോ എന്ന് നമുക്ക് പറയാം. എന്നാൽ നബി തങ്ങൾക്ക് കല്യാണം കഴിച്ച ഒരു സ്ത്രീയെ ത്വലാക്ക് ചെല്ലാൻ പാടില്ല. പറ്റിയാലും പറ്റിയില്ലെങ്കിലും കൊണ്ടുനടന്നേ പറ്റൂ.
ഒരു പ്രത്യേകത മാത്രം അറിഞ്ഞാൽ പോരാ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ പ്രത്യേകതയും അറിയണം. അപ്പോഴാണ് നമ്മൾ ശരിയാവുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ആകെയുള്ള പ്രശ്നം മുഹമ്മദ് നബിയെ പഠിച്ചില്ല എന്നുള്ളത് മാത്രമാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പഠിച്ചാൽ തീരാത്ത വിഷയമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് പഠിക്കാനുള്ള മാധ്യമങ്ങളെ, വഴികളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് നമ്മൾ നബി തങ്ങൾ എന്നാ ഈമാനിൽ എല്ലാവരും നിൽക്കും. കുട്ടികളെയും അത് പഠിപ്പിക്കണം. ആ വയലുകൾ, പ്രസംഗങ്ങൾ കേൾക്കണം, അങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കണം. ഈമാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. ഈ ഉമ്മത്തിന് എന്തെല്ലാം കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും കുറച്ചൊക്കെ അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ നിലനിൽക്കുന്ന ഒരു സംവിധാനം മഹല്ല് സംവിധാനമാണ്. അതുകൊണ്ട് അത് പൊളിക്കാതെ നിലനിർത്തിക്കൊണ്ടുപോകാൻ ഈ തലമുറക്ക് കഴിയണം, പൊളിയാതെ അടുത്ത തലമുറക്ക് കൈമാറാനും കഴിയണം. അതിനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇനിയിപ്പോൾ കാലഘട്ടമൊക്കെ ഇങ്ങനെ ആയിപ്പോയി, ഓക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഇക്കാരം എന്ന് പറയും. അതൊരു ശൈത്താനിയായ സംസാരമാണ്. കാലഘട്ടത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല, ഞമ്മക്കാ സംഭവിച്ചത്. കാലഘട്ടത്തിന് എന്താകുമ്പോൾ പണ്ടും ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്, ഇപ്പോഴും 365 ദിവസമാണ്. പണ്ട് ഒരാഴ്ച എന്ന് പറഞ്ഞാൽ മൂത്രമൊഴിച്ചിട്ട് വേഗം വരണം കേട്ടോ, മൂത്രമൊഴിച്ചിട്ട് പോവുകയാണെങ്കിൽ മൂത്രമൊഴിച്ച് വേഗം കണ്ടു വരണം. പണ്ടും ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 365 ദിവസമാണ്, ഒരാഴ്ച എന്ന് പറഞ്ഞാൽ 7 ദിവസമാണ്, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണ്. എല്ലാവർക്കും പണ്ടും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച ആകണേലിടക്ക് താടി മുടിയൊക്കെ ഒന്ന് നേരാക്കാനും നഖം വെട്ടാനും ഒക്കെ സമയം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞമ്മക്ക് അതിനൊന്നും നേരമില്ല. പുതിയാപ്പള വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാത്തോനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒന്നല്ല പലത് കണ്ടിട്ടുണ്ട്. പുതിയാപ്പള വന്നിരിക്കുമ്പോൾ ആരും അവനാൻ്റെ കയ്യുമ്മക്ക് നോക്കണ്ട, അടുത്തുള്ളവരെ നമുക്ക് തീരെ നോക്കണ്ട. ഇനി കയ്യമ്മത്തെ മുറിച്ചാൽ തന്നെ കാലുമത്തെ മുറിച്ചോ ഇല്ലെന്ന് റുക്കൂക്ക് പോകുമ്പോൾ കാണും, പക്ഷെ നോക്കണ്ട. അവനാൻ്റെത് അവനാനൊന്ന് നോക്കിക്കോളി. ഇവിടുന്ന് പോയിട്ട് നഖം മുറിക്കുക എന്ന് പറഞ്ഞതൊരു മനുഷ്യനാകാൻ ആവശ്യമായ ഏറ്റവും വലിയ സംസ്കാരമല്ലേ നഖം മുറിച്ചല്. നഖം മുറിച്ചാത്ത സാധനങ്ങൾ ഇവിടെ പൂച്ചയും അങ്ങനെ കുറേ സിംഹവും കുറേ സാധനങ്ങളുണ്ടല്ലോ. മനുഷ്യനാണെങ്കിൽ ഇസ്ലാം സംസ്കാരത്തെ പഠിപ്പിക്കുന്നുണ്ട്, ഇസ്ലാം സംസ്കാരത്തെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സംസ്കാരങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 10 സംസ്കാരങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നഖം മുറിക്കുക പറഞ്ഞത്. 40 ദിവസത്തിനിടയിൽ ഒരാൾ നഖം മുറിച്ചില്ലെങ്കിൽ, 40 ദിവസത്തിനിടയിൽ നഖം മുറിച്ചിട്ടില്ലെങ്കിൽ അത് കറാഹത്താവും. കറാഹത്താവും എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അത് കറാഹത്തല്ലേ ഉള്ളൂ എന്ന്. ആ കറാഹത്ത് ഇവന്റെ എല്ലാ അമലുകളെയും ബാധിക്കും. കറാഹത്താണ് തുടങ്ങിയാൽ ഓൻ്റെ നിക്കാരത്തിലും ഈ കറാഹത്തുണ്ട്, ഓൻ്റെ നോലമ്പിലും ഈ കറാഹത്തുണ്ട്, ഓൻ്റെ ഹജ്ജിലും ഈ കറാഹത്തുണ്ട്, ഓൻ്റെ പുതിയാപ്പള പോലും ആ കറാഹത്തുണ്ട്. കറാഹത്തല്ലേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല, ആ കറാഹത്ത് അവൻ്റെ എല്ലാ അമലുകളെയും ബാധിക്കും. അപ്പൊ കറാഹത്താണെന്ന് പറഞ്ഞുകൊണ്ടും കാര്യമില്ല. 40 വരെ കറാഹത്ത് വരില്ല, പക്ഷെ ആഴ്ചയിൽ ഒരിക്കൽ നഖം മുറിക്കണം. അങ്ങനെ കുട്ടികളെയും ശീലാക്കണം, മക്കളെയും അത് ശീലിപ്പിക്കണം. അദബുകൾ, മര്യാദകൾ, ശീലങ്ങൾ എന്നിവ എല്ലാവരും ക്ലിയർ ആക്കി എടുക്കണം. ഒരു മനുഷ്യൻ അദബുള്ളവനാണെങ്കിൽ അവൻ്റെ ജീവിതം മൊത്തത്തിൽ രക്ഷപ്പെടും. അദബ് പോയാൽ ജീവിതം മൊത്തത്തിൽ പരാജയപ്പെടും. അതുകൊണ്ട് കുട്ടികളെയും മക്കളെയും ഒക്കെ നല്ല അദബുള്ളവരാക്കി മാറ്റാൻ എല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ അദബ് മര്യാദ എന്നൊക്കെ പറഞ്ഞത് ഞമ്മക്ക് ഉണ്ടായാലേ കുട്ടികളെ എടാ ഉണ്ടായിരിക്കടാ അവിടെ ഇരിക്കും. ഈ അദബും മര്യാദയൊക്കെ ഞമ്മക്ക് ഉണ്ടായാലേ കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ. അതായത് വല്ലിപ്പാന്റെ മുന്നില് വാപ്പ എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കിയിട്ടാണ് പേരക്കുട്ടി പഠിക്കുന്നത്. വല്യാപ്പാന്റെ മുമ്പിൽ വാപ്പ കാലുമക്കാലം കയറി വെച്ചിട്ടാണ് ഇരിക്കണമെങ്കിൽ പേരക്കുട്ടി തോള് കയറി ഇരിക്കും. അല്ല എന്താ, ഇത് നമ്മൾ പഴയ ആൾക്കാരിൽ നിന്ന് പഠിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മളെ കണ്ടിട്ട് കുട്ടികൾ പഠിക്കും. എൻ്റെ വാപ്പ വീഡിയോ കളിച്ചിരുന്ന ആളായിരുന്നു, മരണപ്പെട്ടു, അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എൻ്റെ വാപ്പ ഭയങ്കരമായിട്ട് വീഡിയോ കളിക്കും. എൻ്റെ മൂത്താപ്പയും വീഡിയോ കളിക്കും. മൂത്താപ്പ വയനാട്ടിലാണ് താമസിച്ചിരുന്നത്. പഴയ കാലത്ത് ജോലിക്ക് വേണ്ടി പോയിട്ട് അങ്ങനെ വയനാട്ടിൽ താമസാക്കിയതാണ്. ഒരു കൊല്ലത്തിൽ ഒരു 6 മാസം 7 മാസമൊക്കെ കഴിയുമ്പോൾ മൂത്താപ്പ വിരുന്ന് വരും. വിരുന്ന് വന്നാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ച ഉണ്ടാവും.
അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസം 15 ദിവസമൊക്കെ നിന്നിട്ടേ പോവുള്ളൂ. അങ്ങനെ വന്നാൽ ബാപ്പ എന്ത് ചോദിച്ചാൽ വീടിക്കെട്ടും തീപ്പെട്ടിയും കൂടിയും അടുക്കളൻ്റെ ചോരുമ്മ കൊടുന്ന് വെക്കും. എന്നിട്ട് വീടി കത്തിച്ചിട്ട് മൂത്താപ്പ കാണാതെയാണ് വലിക്കുക. മൂത്താപ്പയും വലിക്കുന്ന ആളാ, എന്നാ പിന്നെ ഓൽക്ക് രണ്ടാക്കും കമ്പനിയായിട്ട് വലിച്ചാൽ പോരെ. ഇതാണ് പഴയ ആൾക്കാരും പുതിയ ആൾക്കാരും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് നമ്മൾ കമ്പനിയായിട്ടാണ് വലിക്കും, ജ്യേഷ്ഠനും അനുജനും. തന്നെ സംഗതി വ്യത്യാസമാണ് തമ്മിൽ. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. മുതിർന്നവരെ മുതിർന്നവരായി കാണാൻ നമുക്ക് പലപ്പോഴും പറ്റണില്ല. അതിപ്പം നബിതങ്ങളെ വരെ പറ്റിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാകുക റബീഉൽ അവ്വലിൽ. എന്താ തർക്കം? മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു. ഇതാണല്ലോ റബീഉൽ അവ്വലിലെ ഏറ്റവും വലിയ തർക്കം. എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്നാണ് തർക്കം. നബിതങ്ങളെ വരെ പ്രാധാന്യത്തോടുകൂടെ കാണാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ബാപ്പാനെ എങ്ങനെ കാണാം? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ജ്യേഷ്ഠന്മാർ കിണറ്റ് കൊണ്ടുപോയിട്ടു. കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ്. മൂപ്പര് വള്ളിമക്കൂടെ കയറി മിസ്രിലെ രാജാവായി. മിസ്രിലെ രാജാവായിരിക്കുമ്പോ കിണറ്റിലിട്ട കാരണന്മാര് ജ്യേഷ്ഠന്മാർ ഒരു ദിവസം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ജ്യേഷ്ഠന്മാര് വന്ന ദിവസം സയ്യിദുനാ യൂസുഫ് അലൈഹി ഇസ്ലാം ജ്യേഷ്ഠന്മാരെ കാരണന്മാരെ ബഹുമാനിച്ചുകൊണ്ട് തൻ്റെ സിംഹാസനത്തിൽ ഇരുന്നില്ല. ഇതാണ് സംഗതി. അതുകൊണ്ട് അദബും മര്യാദ ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ടാവും. അദബും മര്യാദ, അദബുകളിൽ മര്യാദകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മര്യാദയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ. അതിന് ഏത് പ്രധാനപ്പെട്ട സദസ്സിലും എല്ലാ മര്യാദയും പോകുക എപ്പോഴാണ്? തിന്നാൻ കണ്ടാൽ. വൈകുന്നേരം വരെ നോമ്പ് വച്ചിട്ട് വൈകുന്നേരം നോൻപാണ് തിറക്കുമ്പോൾ ചായ ചൂടാറിയതിന് ബദർ യുദ്ധം, കറിയിൽ ഉപ്പേറിയതിന് ഉഹുദ് യുദ്ധം, പൊറാട്ട പിന്നെ സോഫ്റ്റ് ആകാത്തതിന് ഹന്തക്ക് യുദ്ധം. ഇതൊക്കെയാണ് നമ്മളെ പരിപാടി. തിന്നാൻ കണ്ട എല്ലാ അദബ് മര്യാദയും പോയി. അങ്ങനെയാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അദബുണ്ടാകേണ്ടത് ഭക്ഷണത്തിൻ്റെ സമയത്താണ്. അതുകൊണ്ട് കുട്ടികളെ നന്നായി പഠിപ്പിക്കേണ്ടതും ഭക്ഷണത്തിൻ്റെ മര്യാദകളാണ്. ബാക്കി ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതുകൊണ്ട് മുസ്ലിങ്ങൾ അവരുടെ സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കണം. നമ്മളെല്ലാവരും പോലെ ജീവിക്കേണ്ടവരല്ല, എല്ലാ ആൾക്കാരും ജീവിക്കേണ്ടുന്നവരോ ജീവിക്കേണ്ടവരല്ല. നമ്മളൊരു പ്രത്യേകമായ സംസ്കാരത്തിൻ്റെ ഉടമകളാണ്. ആ സംസ്കാരത്തെ കൈമുതലാക്കി മുന്നോട്ട് പോകണം. ഒരു മാപ്പിളക്കുട്ടിനെ കണ്ടാൽ അറിയണം അതൊരു മാപ്പിളയാണ്. മുമ്പറിഞ്ഞിരുന്നു, ഇപ്പം അറിയണില്ല, വ്യത്യാസം ഉണ്ടായി. ഒരു മുസ്ലിമിനെ കണ്ടാൽ കാലുമ്മക്ക് നോക്കി അറിയണം 5 വക്തിന് കയ്യിൽ കാല് തേച്ചേക്കുന്ന ആളാണ്. ഒരു മുസ്ലിമിനെ കണ്ടാലുണ്ട് അറിയണം. അതാണ് സംസ്കാരം എന്ന് പറയുന്നത്, കണ്ടാൽ തിരിച്ചറിയുന്നത്. അങ്ങനെ ആയി മാറണം, മാറ്റണം. അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയുള്ള വളരെ നല്ല ഒരു സംസ്കാരത്തെയും ഉന്നതമായ ഒരു അവസ്ഥയും നമുക്ക് പ്രധാനം നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഒരു ചെറിയ ദുആ നടത്തി അവസാനിപ്പിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആയിട്ടുണ്ട്. അതായത് 9 മണി ആയിട്ടുണ്ട്. ദ്വാരക്കാൻ തരും കടലാസൊക്കെ ഉണ്ടെങ്കിൽ കൊടുന്നോളി. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. മരണപ്പെട്ട ഉമ്മക്കും ഉപ്പക്കും ഭർത്താവിനും വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരി സംഭാവന നൽകിയിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. അവരിന്ന് മരണപ്പെട്ടവരുടെ ഹദറത്തിലേക്ക് അതിൻ്റെ സവാബിന് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ.
രോഗശമനത്തിനും ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറാനും ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കും രോഗശമനം നൽകി അനുഗ്രഹിക്കട്ടെ. ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും അവർക്കും നമുക്കും അല്ലാഹു തആല നിറവേറ്റി തരട്ടെ. മരണപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ വേറെ സംഭാവനയുണ്ട്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മരണപ്പെട്ട ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഭാര്യ സംഭാവന നൽകിയിട്ടുണ്ട്, അല്ലാഹു സ്വീകരിക്കട്ടെ. മരണപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി വേറെയും സംഭാവന ഉണ്ട്, അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സാലിഹായ അമലായി കബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ വിട്ടുപുറത്തു മാഫാക്കണേ അല്ലാ. ഇരുലോക വിജയികളിൽ ചേർത്ത് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളെയും ഹാസിലാക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ മുറാദുകളെയും ഹാസിലാക്കണേ അല്ലാ. എല്ലാ കടങ്ങളെയും വീട്ടി സലാമത്താക്കണേ അല്ലാ. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എല്ലാ രോഗങ്ങളെയും ശിഫയാക്കണേ അല്ലാ. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ചവർക്ക് വലിയ കൂലി നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ മഹല്ലത്തിലെ ഐക്യത്തെയും യോജിപ്പിനെയും നിലനിർത്തണേ റഹ്മാനെ. ഭക്ഷണം നൽകിയവരും ഭക്ഷണം തയ്യാർ ചെയ്തവരും അല്ലാഹുവേ ബറക്കത്ത് നൽകണേ അല്ലാ. ജോലികളിൽ, ബിസിനസ്സുകളിൽ, വരുമാനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, സ്റ്റേജിലിരിക്കുന്ന ഉസ്താദന്മാർ, കാരണവന്മാർ, ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. പ്രായമായ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരുണ്ട്, ആഫിയത്ത് നൽകണേ അല്ലാ. കുട്ടികൾ ഒരുപാടുണ്ട്, അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദുആ കബൂലാക്കണേ അല്ലാ. യുവാക്കൾ ഒരുപാടുണ്ട്, സാലിഹീങ്ങളാക്കണേ അല്ലാ. ഖാലിഖായ റബ്ബേ, ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ രോഗങ്ങളെയും ശിഫയാക്കണേ അല്ലാ. സ്ത്രീകൾ ധാരാളമുണ്ട്, ഖൽബിന്റെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. വിധവകൾക്ക് ഖൽബിന് സബർ നൽകണേ അല്ലാ. ആണും പെണ്ണുമായ ഞങ്ങളുടെ മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കളാക്കണേ അല്ലാ. നാട്ടിലും യാത്രയിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഒരുപാട് ദിവസത്തെ പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, എല്ലാം വിജയിപ്പിക്കണേ റഹ്മാനെ. അതിനുവേണ്ടി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും അധ്വാനിച്ച എല്ലാവർക്കും വലിയ കൂലി നൽകണേ അല്ലാ. അല്ലാഹുവേ, മഹല്ലത്തിന്റെ കാരണവന്മാര്, നേതാക്കന്മാര്, കമ്മിറ്റിക്കാര് ആഫിയത്തും ദീർഘായുസ്സും ബറക്കത്തും സിഹത്തും നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ പള്ളിയിലെയും മദ്രസയിലും ഉസ്താദുമാര് ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും നൽകണേ അല്ലാ. ഖാലിഖായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. നാഫിയായ ഇൽമ കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ. അല്ലാഹുവേ, വിദൂരത്തിരുന്നു കൊണ്ട് ഓൺലൈനിലൂടെ ഞങ്ങളെ പരിപാടി വീക്ഷിക്കുന്ന ആളുകളുണ്ട്, അവരെ ഞങ്ങളെ ദുആയിൽ നീ പങ്കു ചേർക്കണേ അല്ലാ. മനസ്സുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള, ശരീരം കൊണ്ട് വരാത്തൊരുപാട് ആളുകളുണ്ട്, അവരെയും ഞങ്ങളുടെ ദുആയിൽ പങ്കു ചേർക്കണേ അല്ലാ. ഈ മഹല്ലത്തിൽ ആദ്യത്തെ പള്ളി മുതൽ ഇതുവരെയും, ആദ്യത്തെ മദ്രസ മുതൽ ഇതുവരെയും ഞങ്ങളുടെ പള്ളികൾ, മദ്രസകൾ തുടങ്ങിയവക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും ഖിദ്മത്തെടുത്ത എല്ലാവർക്കും ജാരിയായ സ്വതക്കയാക്കണേ അല്ലാഹുവേ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما ألف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.